ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ചലച്ചിത്ര താരം ഹണി റോസ് ചില ചടങ്ങുകൾക്ക് പോകാൻ വിസമ്മതം അറിയിച്ചതിന് തന്നെ പിന്തുടർന്ന് അപമാനിക്കുകയാണെന്നാണ് താരം ഫേസ്ബുക്കിൽ കുറിച്ചത്. പണത്തിന് ഹണി ഇല്ല, പക്ഷേ റോസ് ഉണ്ട് അല്ലേ? ഈ വീഡിയോ നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ കാണുന്നവർ നല്ലൊരു ഭൂരിഭാഗം ജനങ്ങളും അതിൻ്റെ അടിയിൽ ചെന്നിട്ട് വരെ സ്മൈലി കമൻറ്റ് ഇട്ടിട്ടുണ്ടാവും. ബോച്ചയ്ക്ക് തംസപ്പും പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം വെച്ചാൽ ബോച്ചെ ഹീറോ ആണ്, ചാരിറ്റി ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയുന്നതിനേക്കാളും അപകടം എന്താ വെച്ചാൽ അതിന് ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുക. ഈ ഒരു ഫസ്റ്റ് ഡയലോഗ്, ഈ ഹണി ഇല്ല, എൻ്റെ കയ്യിൽ ഹണി ഇല്ല, റോസ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഹണി റോസിന് എന്താണ് ആ ഹണി ഈ ചങ്ങായി ഉദ്ദേശിച്ചെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ആ വീഡിയോ കാണുന്നവർക്കും കേട്ടവർക്കും ആ ശബ്ദം ഉണ്ടാക്കുന്ന കോമരങ്ങൾക്കും അറിയാം അല്ലേ? ബാക്കിൽ നിന്ന് ഭയങ്കര ആരവമൊക്കെ കേട്ടു ഹണി റോസിനെ പറ്റി. അതായത് ഹണീൻ്റെ കാര്യം ആ ഒരു തേർഡ് റേറ്റ് ഒരു ഡബിൾ മീനിങ് കോമഡി പറയുന്ന സമയത്ത് ബോച്ചെ ഫേമസ് ഫോർ ദി ഡബിൾ മീനിങ് കോമഡീസ്. പുള്ളിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹണി റോസ് ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. അതിന് ഏഷ്യാനെറ്റിൽ ന്യൂസ് വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഹണി റോസ് എന്താണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹണി റോസ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഹണി റോസ് പോകുന്ന വേദികളിലേക്ക് വന്നിട്ടും അല്ലെങ്കിൽ ഹണി റോസിനോട് ഡബിൾ മീനിങ് ഡയലോഗ്സ് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തി ആരാന്നുള്ള ഹണി റോസ് പറയില്ലെങ്കിലും ഏകദേശം നമുക്ക് ഈ ഒരു പോസ്റ്റ് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റ് നമ്മളും പറയുന്നില്ല ഹണി റോസ് പറഞ്ഞ ആ വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയില്ല, ആരോ ആണ്. പക്ഷേ ബോച്ചയുടെ ഈ ഒരു ചെറിയൊരു പോർഷനും കൂടി വെക്കുന്നു. കാരണം ബോച്ച പറഞ്ഞിട്ടുള്ളത് ഒരു സിംഗിൾ മീനിങ് അല്ല എന്ന് കാണുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. എന്താണെങ്കിലും ഹണി റോസിൻ്റെ പോസ്റ്റ് ചെയ്യാൻ വായിക്കാം. പിന്നെ ഇത് ഏഷ്യാനെറ്റിൽ ന്യൂസ് വന്നിട്ടുണ്ട്. സീരിയസ്ലി ഇത് ഒരു നിയമ നടപടിയിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും ഹണി റോസിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്. 2 മണിക്കൂർ മുന്നേ ഹണി റോസ് ഇട്ട പോസ്റ്റ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പം ഉള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോത്തമമായ സെക്ഷലി കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. വെരി ഗുഡ്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥം ഇല്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല. വെരി ഗുഡ്, അടിപൊളി, നല്ല സൂപ്പറായിട്ട് 2 മണിക്കൂർ മുന്നേ ഫേസ്ബുക്കിൽ ഹണി റോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം ഒതുക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2-3 ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ഒരു ഹണി റോസ് ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ ഹരീഷ് വാസുദേവൻ ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ശ്രീഹരി, പുള്ളി ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. വളരെ കറക്റ്റാണ്, പറയണം വിചാരിച്ച കാര്യം. പ്രതികരണം നന്നായി. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ നോക്കുകുത്തിയാണ്. തോന്നിവാസം കാണിക്കുന്ന കാശുകാരനെ തൊടാൻ പോലീസിനോ സ്റ്റേറ്റിനോ താല്പര്യമില്ല. നിയമ സംവിധാനം നോക്കുകുത്തി ആയതുകൊണ്ട് നേരിട്ട് ആരിൽ നിന്നെങ്കിലും തല്ല് കിട്ടുന്നതുവരെ ദ്വയാർത്ഥ പ്രയോഗം തുടരും. നാണമില്ലാത്തവൻ ആയതുകൊണ്ട് തല്ല് കിട്ടിയാലും തുടരും എന്ന് പറഞ്ഞിട്ട് അതിന് ഹണി റോസ് താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ബാക്കിയുള്ള കുറേ കമൻറ്റുകളുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുള്ളൊരു നടിയാണ് ഹണി റോസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ചില പബ്ലിക് അപ്പിയറൻസസിൽ അവർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ, വാട്ട് എവർ ബി ദ റീസൺ, ഏറ്റവും കൂടുതൽ വളരെ മോശമായിട്ട് മലയാളികൾ പറയാത്തിനി ഒന്നുമില്ല. ട്രോളുകളിലൂടെ അവരെ ഇനി ബോഡി ഷെയിം ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിൽ ഒരു ക്ലിപ്സും കൂടി കാണിക്കാം. അതായത് ബോച്ചെ
സ്റ്റേജിൽ പറഞ്ഞ കാര്യം എന്താണ്. ഇപ്പം ആദ്യം നിങ്ങൾ ഒരു ക്ലിപ്പ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന് തുടർച്ചയായിട്ട് പുള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു. അതും കൂടി ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്, അപ്രീഷിയേറ്റ്. പിന്നെ അടിപൊളിയാണ്. ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണൂ, ബാക്കിന്റെ ഭംഗി കാണാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ അല്ലേ? പിന്നെ ഇത് കണ്ടിട്ട് കൂക്കാനും ഇൻ ദ സെൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും ഒരു വിഭാഗം വേറെ. പിന്നെ ആ ഒരു ജ്വല്ലറിയുടെ ഉള്ളിൽ വന്നിട്ട് ആ മാലിടുന്ന സീൻ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? തിരിക്കാൻ പറഞ്ഞ, സ്ലോലി തിരിയാൻ പറഞ്ഞു. അതൊക്കെ എന്തിനാന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാവും. പിന്നെ എന്താ പറയുക, ഒരു നല്ലൊരു വിഭാഗം സൈക്കോക്കൾക്ക് വേണ്ടത് സംഭവം ഇതാണ്. കാരണം അവനാൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും വരുന്ന സമയത്ത് ഇതൊക്കെ പഠിക്കുള്ളൂ. എന്താ ഇപ്പോൾ അന്ന് ആ ഒരു കുട്ടീനെ വെച്ചിട്ട് പറയില്ലേ, ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ട്രോഫി കൊണ്ടുവരാ എന്നൊരു ചെറിയ കുട്ടീനെ ബൈക്കിൻ്റെ ബാക്കിലിരുത്തി പോയിട്ടുള്ള ആളാണ് അത്. പക്ഷേ അത് പറഞ്ഞു കേൾക്കുന്നവർക്ക് പ്രശ്നമില്ല, നമുക്കാണ് പ്രശ്നം അല്ലേ? വെടി വെക്കുന്നവനും എന്താ പറയുക, ഒച്ച കേട്ടവനാണ് പ്രശ്നം എന്നുള്ള പോലെയാണ്. ഇവർക്കൊന്നും യാതൊരുവിധ കംപ്ലയിൻ്റ് ഇല്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഹണി റോസ് ഇത് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം. ഏഷ്യാനെറ്റ് ഏതായാലും ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ചലച്ചിത്ര താരം ഹണി റോസ്. ചില ചടങ്ങുകൾക്ക് പോകാൻ വിസമ്മതം അറിയിച്ചതിന് തന്നെ പിന്തുടർന്ന് അപമാനിക്കുകയാണെന്നാണ് താരം ഫേസ്ബുക്കിൽ കുറിച്ചത്. പണത്തിന്റെ ധാർഷ്ട്യമുള്ള ഒരാൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ നിരന്തരം തന്റെ പേര് ഉപയോഗിക്കുകയാണെന്ന് നടി കുറിച്ചു. KG കമലേഷ് ശരിയാണ്. കമലേഷ്, എന്താണ് ഈ പറയാനിടയായ സാഹചര്യം? മറ്റു വിവരങ്ങൾ എന്താണ്? കടുത്ത അമർഷവും പ്രതിഷേധവുമാണ് സിനിമാ താരം ഹണി റോസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ ചില രീതിയിൽ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതുകൂടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഹണി റോസ് ഇത്തരത്തിലുള്ള അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് ആസ്വദിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതല്ല. ആ വ്യക്തി എന്നെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. അതിനുള്ള പ്രതികാരമാണ് ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുന്നു, എല്ലായിടത്തും സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, എന്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുന്നു എന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനവും ഇതിലുള്ള എതിർപ്പും കാണിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായി ഉദ്ദേശത്തോടെ സംസാരിക്കുകയാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഏതാണ് വകുപ്പുകൾ എന്നുള്ള കാര്യം കൂടി ഹണി റോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഹണി റോസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ തനിക്കെതിരെ പേര് പറഞ്ഞും അല്ലാതെയും ദ്വയാർത്ഥ പ്രയോഗവും അല്ലാത്ത രീതിയിലുള്ള വിമർശനവും നടത്തുകയാണെങ്കിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് നേരിട്ട് വരുന്നു, ഒപ്പം തന്നെ പോലീസിൽ പരാതി കൊടുക്കുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ എന്നുള്ള മുന്നറിയിപ്പാണ് ഹണി റോസ് ഇപ്പോൾ പറയുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഹണി റോസ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ വ്യക്തി പോകുന്നു, അവിടെ തന്നെ ഹണി റോസിനെതിരെ സംസാരിക്കുന്നു, പിന്നീട് അല്ലാതെ പേജുകളുടെയും മറ്റും ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇതിനൊക്കെയുള്ള എതിർപ്പാണ് ഇപ്പോൾ നടി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. യെസ്, ഇത് ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയും ഉദ്ദേശിക്കുന്നത് ഹോബി അല്ലേ? അവിടെ ഒരു ഹോബി ചെമ്മണ്ണൂർ ആണെന്നുള്ളത് എവിടെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ അത് ഏകദേശം മലയാളികൾക്ക് ഇത് കാണുന്നവർക്കൊക്കെ വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവരാരെയാണ് ഉദ്ദേശിച്ചെന്നുള്ളത്. നമ്മളും അറിയില്ല, നമ്മൾ അയാളെയാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ വീഡിയോയിലും പറഞ്ഞു ഞാൻ അയാളെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏകദേശം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുമോ, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ സൂചന കണ്ടതൊന്നും പഠിക്കാൻ ചാൻസില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയാണല്ലോ, ഒരു ഏജൊക്കെ ആയി കഴിയുന്ന സമയത്ത് എന്ത് ഫ്രസ്ട്രേഷൻ്റെ പേരിലാണെന്നറിയില്ല അല്ലേ? ചില ആൾക്കാരുണ്ട്, അവർ ഡബിൾ മീനിങ് പറയാൻ വേണ്ടി മാത്രം വായ പൊളിക്കുന്ന ചില. പിന്നെ ഈ ചങ്ങാതിയുടെ അടുത്ത് ഇതന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂസിലൊക്കെ ഇയാൾ വന്നിരിക്കുന്ന സമയത്തും ഇതന്നെയാണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. എപ്പോഴാണ് വീഴ ഏതാ വീഴ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചോദിക്കുക. സ്പെഷ്യലി ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു ലേഡി ആങ്കറും കൂടിയാണ്, കുറച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള ഒരു ലേഡി ആങ്കറും കൂടിയാണെങ്കിൽ പിന്നെ പറയുന്ന വേണ്ട. അവിടെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട്, കാരണം പിന്നെ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. ഈവൻ കുട്ടികളോട് വരെ ഞാൻ എത്രയോ വീഡിയോസ് ഈ ചങ്ങാതി ഷോർട്സ് കണ്ടിട്ട്, പഴംപൊരിയുടേത്, മുട്ട, എല്ലാം ഇതന്നെ.
വോട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം. നാളെ ഇതെന്താവും എന്നുള്ളത് അറിയില്ല. ഇവർ പേര് പറഞ്ഞിട്ടില്ല, ആളെ അറിയില്ല. ഇനി പോസ്റ്റ് മുക്കുമോ എന്നുള്ളത് അറിയില്ല. ഇതിനാൾ വേറെയാണെന്ന് പറയുമോ, എന്താ സ്ഥിതി ഒന്നും നമുക്കറിയില്ല. തൽക്കാലം പേര് പറയാതെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പേര് പറയണമായിരുന്നു. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഏഷ്യാനെറ്റും അതിനനുസരിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതന്നെ ആയിരിക്കും ആളെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.